Good morning everyone. How are you? Welcome to our Hindi class. I think our 5th chapter is completed. Okay. All of you study well and complete your notebook also. Completed? Yes. In the last class we have discussed about chapter number 5, Dohe. I think complete all activities of all of you. Yes, today we are going to start Doctory, chapter number 6. All of you open page number 33. Doctory. अपने पेशे के प्रति ईमानदार बनने की सीख देने वाली यह कहानी एक डॉक्टर की है जो आत्मरक्षा के लिए पहले डाकुओं को घायल करता है, फिर उनकी मरहम पट्टी भी करता है. अपने पेशे मीन्स പ്രൊഫഷൻ, തൻ്റെ പ്രൊഫഷനോടുള്ള സിൻസിയർ, ഈമാൻദാർ. ബന്നെ കി സീഖ് ദേനെ വാലി എ കഹാനി, തൻ്റെ പ്രൊഫഷനോട് എപ്പോഴും സിൻസിയർ ആയിരിക്കണം ഓരോരുത്തരും. തൻ്റെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഈ കഥ ഒരു ഡോക്ടറുടേതാണ്. ജോ ആത്മരക്ഷാ കെ ലിയെ പെഹലെ ടാക്കുओं को घायल करता है. സെൽഫ് ഡിഫെൻസ്, ആത്മരക്ഷ, സെൽഫ് ഡിഫെൻസ്, അതിന് വേണ്ടിയിട്ട് പെഹലെ ആദ്യം ടാക്കുओं को घायल करता है. റോബർ, എന്താ ടാക്കു എന്ന് വെച്ചാൽ കള്ളന്മാർ അല്ലേ, അവരെ മുറിവേൽപ്പിക്കുകയും ഫിർ ഉൻകി മർഹം പട്ടി ഭി കർത്താ ഹെ, പിന്നെ അവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതായത് തങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരോട് ഏറ്റുമുട്ടി പിന്നീട് അവരെ ചികിത്സിക്കുകയും ചെയ്ത ഒരു ഡോക്ടറുടെ കഥയാണ് ഇത്. അപ്പോൾ അപ്പനെ പേശയ്ക്ക് പ്രതി പ്രൊഫഷനോടുള്ള സിൻസിയാരിറ്റി പിന്നെയോ പറയുന്ന ഈ കഥ ഒരു ഡോക്ടറുടേതാണ്. മാത്രമല്ല തൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഏറ്റുമുട്ടുകയും അവരെ പിന്നീട് ചികിത്സിക്കുകയും ചെയ്ത ഒരു ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടറുടെ കഥ കൂടിയാണിത്. ഈ പാഠ് സിഖാത്താ ഹെ, എന്താ പാഠ്? ടീച്ചേഴ്സ് സാഹസ്, കറേജ്, ധൈര്യം ഉണ്ടായിരിക്കണം എപ്പോഴും. ചെറിയൊരു കാര്യം കാണുമ്പോഴത്തേന് പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ എല്ലാം പരാജയത്തിലേ അവസാനിക്കുള്ളൂ. അപ്പോൾ സാഹസ്, കറേജ്. ധൈര്യം വേണം, സാഹസ്. പേടിയുണ്ടായ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ പോവുകയാണ്, അപ്പോൾ എന്തോ ഒരു അപകടം അപകടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും പേടിച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും നേരിടാൻ പറ്റുമോ നമുക്ക്? ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ? ഇനിയിപ്പോൾ ശക്തി ഇല്ലാത്ത ആളുകളാണെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം ധൈര്യം ഉണ്ടെങ്കിൽ. ഇപ്പം സാഹസ്, കറേജ്, സഹയോഗ്, ഹെൽപ്പ്, കർത്തവ്യപരായണത, എന്താ? ഡ്യൂട്ടി, ഡിവോഷൻ. എപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. നിഡരത, ഫിയർലെസ്, പേടിയില്ലായിരിക്കുക. അപ്പോൾ പേടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആരുണ്ടാവും? കറേജ് ഉണ്ടാവും അല്ലേ, ധൈര്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തോടാണെങ്കിലും നമുക്ക് നേരിടാൻ സാധിക്കും, ധൈര്യം ഉണ്ടാവുക, പേടിയില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് വേണം. പിന്നെയോ ഡ്യൂട്ടി, തൻ്റെ ഡ്യൂട്ടി, ഡിവോഷൻ, തൻ്റെ ഡ്യൂട്ടിയോടുള്ളൊരു എന്താ ആത്മാർത്ഥത. ओके, मूव ऑन टू चैप्टर. फागुन का महीना था लेकिन जाड़ा अभी काफ़ी पड़ रहा था. कुछ ही दिन पहले लगभग पूरे सप्ताह भर चढ़ी लगी रही थी. विश्वंभर बाबू ने एक मोटा सा कंबल ओढ़ रखा था. वे पालकी पर सवार होकर सप्तग्राम जा रहे थे. पालकी की छत पर दवाई आम की पिटारी थी, उसे रस्सी से कसकर बांध रखा था. ഫാഗുൻ ക മഹീന, ഫാഗുൻ എന്ന് പറയുന്നത് ഹിന്ദിയിലെ മാസം, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളെ ഫാഗുൻ എന്ന് പറയുന്നത്. ഫാഗുൻ ക മഹീന ഥ ലേക്കിൻ, എന്നാൽ ജാഡ അഭി കാഫി പഡ് രഹാ ഥ, ഇപ്പോഴും വിൻ്റർ, തണുപ്പ്, ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. കുച്ച് ഹി ദിൻ പെഹലെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ, ലഗ്ഭഗ് പൂരേ സപ്താഹ് പർ, ഏകദേശം ഒരാഴ്ചയോളം നോൺ സ്റ്റോപ്പ് റെയിനാണ് എന്ത് പറയുക, ഝടി എന്ന് പറയുക. അത് നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്ന ലഗി രഹി,
മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്. വിശ്വംഭർ ബാബുവിനെ ഏക്ക് മോട്ടാസ കമ്പൽ ഓർ രഖാത. വിശ്വംഭർ ബാബു ഡോക്ടറുടെ പേരാണ്. അദ്ദേഹം ഒരു വലിയൊരു ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് പൊതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വേ പാലക്കി പർ സവാർ ഹോക്കർ. അദ്ദേഹം സവാരി യാത്ര ചെയ്യുന്നത് പല്ലക്കിലാണ്. സവാർ ഹോക്കർ സപ്തഗ്രാം ജാ രഹേ थे. പല്ലക്കിലാണ് യാത്ര ചെയ്യുന്നത്. എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സപ്തഗ്രാമത്തിലേക്കാണ്. സപ്തഗ്രാം എന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കി കി ഛത്ത് പർ, പല്ലക്കിൻ്റെ ആ റൂഫിൽ ദവായാക്കി പിട്ടരി, മെഡിസിൻ്റെ ബോക്സൊക്കെ ഒരു റോപ്പ് കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അത്ര മനസ്സിലായോ? അപ്പോൾ ഫാഗുൺ കാ മഹീന അല്ലേ, ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ്. ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്ന സമയമാണ്. എന്നാലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം മഴ വർഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. പിന്നെ കാട്ടിലൂടെയൊക്കെയുള്ള യാത്രയല്ലേ, സ്വാഭാവികമായിട്ടും തണുപ്പുണ്ടാവും. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ബ്ലാങ്കറ്റ്, കമ്പൽ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ്, മോട്ടാസ കമ്പൽ, വലിയൊരു കമ്പലൊക്കെ പൊതിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പല്ലക്കിലാണ് യാത്ര. അങ്ങനെ യാത്ര സപ്തഗ്രാമത്തിലേക്കാണ്. പല്ലക്കിൻ്റെ റൂഫിൽ എന്തുണ്ട്? മെഡിസിൻ്റെ ബോക്സ് ഒരു റോപ്പ് കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. फागुन का महीना था, लेकिन जाड़ा अभी काफ़ी पड़ रहा था. कुछ ही दिन पहले लगभग पूरे सप्ताह पर छड़ी लगी रही थी. विश्वंभर बाबू ने एक मोटा सा कंबल ओढ़ रखा था. वे पालकी पर सवार होकर सप्तग्राम जा रहे थे. पालकी की छत पर दवाइयों की पिटारी थी. उसे रस्सी से कसकर बांध रखा था. पालकी के साथ विश्वंभर बाबू का नौकर शंभू चल रहा था. शंभू के हाथ में मोटी लाठी थी. शंभू काफ़ी तगड़ा था. इतना बलवान की हैरानी होती थी. പാലക്കി കേസ്, പല്ലക്കിനോടൊപ്പം തന്നെ വിശ്വംഭർ ബാബു, പല്ലക്ക് നടക്കുന്നതോടുകൂടി തന്നെ വിശ്വംഭർ ബാബുവിൻ്റെ സഹായി, സെർവൻറ്റ്, നൗക്കർ ശംഭു, അദ്ദേഹത്തിൻ്റെ പേര് ശംഭു എന്നാണ്, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല്ലക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കൂടെ നടക്കുക. ശംഭു കെ സാത്ത് മേ മോട്ടി ലാട്ടി. ശംഭുവിൻ്റെ കയ്യിൽ നല്ല തടിച്ചൊരു വടിയുണ്ട്, തിക്ക് സ്റ്റിക്ക്. ശംഭു കാഫി ദഗ്ഡാഥ, നല്ല സ്ട്രോങ് ആയിരുന്നു ശംഭു, നല്ല സ്ട്രോങ് ഉള്ള ആളായിരുന്നു. ഇതിനെ ബൽവാൻ കി, അദ്ദേഹത്തിൻ്റെ ബലം, അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ആ ബലം കണ്ടാൽ, സ്ട്രോങ് കണ്ടാൽ നമ്മളൊക്കെ ഷോക്കായി പോകും, ആശ്ചര്യപ്പെട്ടു പോകും. അത്രയും സ്ട്രോങ് ആയിരുന്നു അദ്ദേഹം, ശംഭു സെർവൻറ്റ്. एक बार കുംഭീരാ കെ ജംഗൽ മേ ഉസെ റീച്ചിനെ പക്കടില്ലേ. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രോങ്ങിനെ കുറിച്ച് പറയാണ്. ഏക് ബാർ കുംഭീര എന്ന കാട്ടിൽ വെച്ച് അദ്ദേഹം ഒരു ബിയറുമായിട്ട് ഏറ്റുമുട്ടി. ഉസ്കെ പാസ് ബന്ദൂക്കിനെ ഹിന്ദി. എന്നാൽ ശംഭുവിൻ്റെ കയ്യിൽ എന്തില്ല? തോക്കൊന്നുമില്ല. ലാട്ടി തീ, അന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ബസ് വഹ് ലാട്ടി ലേക്കർ റീച്ച് സെ ഭിഡ് ഗയ. എന്ത് ചെയ്തു? ആ വടിയും കൊണ്ട് എന്ത് ചെയ്തു? ആ റീച്ചുമായി ഏറ്റുമുട്ടി. ജംകർ ലഡായി ഹുയി, വളരെ ശക്തമായൊരു ഏറ്റുമുട്ടൽ തന്നെ നടന്നു. ശംഭു കി ലാട്ടി കി മാർ സെ റീച്ച് കി രീഡ് കി ഹഡ്ഡി ടൂട്ട് ഗയി. ശംഭുവിൻ്റെ കയ്യിൽ ആ തടിച്ച വടി കൊണ്ട് അടി കിട്ടിയത് കാരണം നട്ടെല്ല് പൊട്ടിപ്പോയി. ഉസ്മേ ഉട്നെ തക്ക് കദം നരഹ, എഴുന്നേക്കാൻ പോലും കഴിയാതെ ആ ബിയർ എന്ത് ചെയ്തു? അവിടെ കിടന്നു. ഏസി ഹി ബാത് ഏക് ബാർ ഔർ ഹുയി. ഇങ്ങനെയുള്ളൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശംഭു നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞു, നല്ല ബലവാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഉദാഹരണം, റീച്ചുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് റീച്ചിൻ്റെ നട്ടെല്ലൊക്കെ ഒടിഞ്ഞു. അതുപോലെ തന്നെ അടുത്തൊരു സംഭവം, ഏസി ഹി ബാത് ഏക് ബാർ ഔർ ഹുയി. ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാം? ശംഭു വിശ്വംഭർ ബാബു കി സാത്ത് സ്വർണ്ണഗഞ്ച് കിയാഥ. ശംഭു ഒരിക്കൽ വിശ്വംഭർ ബാബുവിൻ്റെ കൂടെ സ്വർണ്ണഗഞ്ചിൽ പോവുകയായിരുന്നു. വഹാം, അവിടെ പത്മ നദിക്ക് കിനാരെ, പത്മ നദിയുടെ തീരത്ത് ഖാന പക്കാനേക്ക് ജറൂരത്ത് ആപടി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പ്യാസ് ലഗീത്തോ, അപ്പം അങ്ങനെ ദാഹം അനുഭവപ്പെട്ടപ്പോൾ നദിമേ പാനി പീനെ ഉതര, പത്മ നദിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. വഹ ഘടിയാൽ സെ ബിഡ്ഗയ, അവിടുന്ന് അദ്ദേഹം ആരെ കണ്ടു? ഘടിയാൽ, ചീങ്കണ്ണി, മുതല, ക്രൊക്കോഡൈൽ കണ്ടു. അതിനോട് ഏറ്റുമുട്ടി. ഘടിയാൽ ജൈസ ഭയങ്കർ ജാൻവർ അവർ ഹമാരെ ശംഭു. ഘടിയാലിനെ പോലെ വളരെ ശക്തനായ ഒരു അനിമലും അതുപോലെ തന്നെ നമ്മുടെ ശംഭു.
ഗഡിയാൽ ആജ് ബി ശംഭുക്കൊന്ന് ഭൂല ഹോഗ. ആ ഗഡിയാൽ, ആ ക്രൊക്കോഡിൽ ഇന്നും ശംഭുവിനെ മറന്നിട്ടുണ്ടാവില്ല. അത്രയും ശംഭുവിൻ്റെ കയ്യിൽ നിന്ന് ആർക്ക് കിട്ടിയിട്ടുണ്ടാവാം? ക്രൊക്കോഡിലിന് കിട്ടിയിട്ടുണ്ടാവാം. അത്രയും ബലവാനായിരുന്നു നമ്മുടെ ശംഭു. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. रीड विथ मी वंस मोर. फागुन का महीना था लेकिन जाड़ा अभी काफ़ी पड़ रहा था. कुछ ही दिन पहले लगभग पूरे सप्ताह भर झड़ी लगी रही थी. विशंबर बाबू ने एक मोटा सा कंबल ओढ़ रखा था. वे पालकी पर सवार होकर सप्तग्राम जा रहे थे. पालकी की छत पर दवाइयाँ की पिटारी थी. उसे रस्सी से कसकर बांध रखा था. पालकी के साथ विशंबर बाबू का नौकर शंभू चल रहा था. शंभू के हाथ में मोटी लाठी थी. शंभू काफ़ी तगड़ा था, इतना बलवान कि हैरानी होती थी. एक बार कुंभीरा के जंगल में उसे रीछ ने पकड़ लिया. उसके पास बंदूक नहीं थी, लाठी थी. बस वह लाठी लेकर ही रीछ से भिड़ गया. जमकर लड़ाई हुई. शंभू की लाठी की मार से रीछ की रीढ़ की हड्डी टूट गई. उसमें उठने तक का दम न रहा. ऐसी ही बात एक बार और हुई. शंभू विशंबर बाबू के साथ स्वर्णगंज गया था. वहाँ पद्मा नदी के किनारे खाना पकाने की ज़रूरत आ पड़ी. प्यास लगी तो नदी में पानी पीने उतरा. वहाँ वह घड़ियाल से भिड़ गया. घड़ियाल जैसा भयंकर जानवर और हमारे शंभू जी. घड़ियाल आज भी शंभू को न भूला होगा. ओके, यस, नेक्स्ट पेज, नेक्स्ट पैराग्राफ. विशंबर बाबू डॉक्टर थे. विशंबर बाबു ഒരു ഡോക്ടറായിരുന്നു. രോഗിയെ देखने निकले थे. രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. बहुत दूर जाना है. അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. स्टीमर घाट के स्टेशन मास्टर മധു വിശ്വാസ് का छोटा लड़का बीमार था. അവർ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റീമർ ഘാട്ടിലെ സ്റ്റേഷൻ മാസ്റ്റർ ആയ മധു വിശ്വാസിൻ്റെ ചെറിയ കുട്ടിയെയാണ്. ഏറ്റവും ചെറിയ കുട്ടിയെയാണ് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബേച്ചാര ബഡേ കഷ്ടമേന്ത. പാവം വളരെ കഷ്ടത്തിലായിരുന്നു. ഇസ്ലിയെ ഡോക്ടർ ബാബുക്കോ ബുലായക. വളരെയധികം കഷ്ടത്തിലായിരുന്നു ആ കുട്ടിയുടെ അസുഖം കാരണം. അതുകൊണ്ടാണ് ഡോക്ടർ ബാബുവിനെ വിളിച്ചത്. विष्णुपुर पहुँचते सांझ हो गया. चारवाहे टोर टंगर लेकर लौटने लगे थे. विशंबर बाबू ने पूछा, क्यों बेटे, बता सकते हो सप्तग्राम कितनी दूर है? चारवाहा बोला, जी वह तो कोई 7 कोस होगा. आज रात आप वहाँ नहीं पहुँच पाएंगे. राह में टाकुओं का पुर है. അങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി പോകാൻ കുറേ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിഷ്ണുപൂർ പഹുഞ്ചത്. വിഷ്ണുപൂരത്തിലെത്തിയപ്പോഴേക്കും സാഞ്ച് ആയി, സന്ധ്യയായി അല്ലേ, ഡാർക്ക്, ഇരുട്ട് വ്യാപിച്ചു. ചാർവാഹെ ടോർ ടങ്കർ ലേക്കർ ലൗട്ട്നെ ലഗേത്തെ. ഇരുട്ടാവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എന്ത്? എന്താ പറയുക, ഇടയന്മാർ തൻ്റെ കന്നുകാലികളുമായിട്ട് മടങ്ങും അല്ലേ. അങ്ങനെ ചാർവാഹെ തൻ്റെ കന്നുകാലികളുമായിട്ട് ലൗട്ട്നെ ലഗേത്തെ മടങ്ങിക്കൊണ്ടിരുന്നു. വിശംബർ ബാബുവിനെ പൂച്ച. അപ്പോൾ ഷപ്പേർഡ് ബോയിനോട് ചോദിച്ചു, ക്യോം ബേട്ടെ ബത സക്തേ ഹെ, നിനക്കറിയോ സപ്തഗ്രാം കിത്തനി ദൂർ ഹെ, സപ്തഗ്രാം എന്ന സ്ഥലം എവിടെയാണെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ചാർവാഹ ബോല, ആ ഷപ്പേർഡ് ബോയ് പറഞ്ഞു, ജി വഹ് തോ കോയി 7 കോസ് ഹോഗ, അത് കുറേ ദൂരെയാണ്, എത്ര 7 മൈൽ അപ്പുറമാണ്. ആജ് തക്ക് ആപ്പ് വഹാം നെഹി പഹുഞ്ച് പായെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാഹമൻ ടാക്കുവോം കപൂർ ഹെ, രാത്രി ആയാലോ ഇരുട്ടായാലോ ഇവിടെ ടാക്കുവോം, എന്താ കള്ളന്മാരുടെ ഒരു സിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുപുരത്ത് എത്തിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ഇരുട്ട് വ്യാപിച്ചു. അങ്ങനെ ഇടയന്മാരൊക്കെ തൻ്റെ കന്നുകാലികളുമായിട്ട് മടങ്ങിയ നേരത്ത് ഒരു ഷപ്പേർഡ് ബോയോട് ചോദിച്ചു, മോനെ ഇവിടുന്ന് സപ്തഗ്രാമത്തിലേക്ക് കുറേ ദൂരമുണ്ടോ, നിനക്കറിയുമെന്ന് ചോദിച്ചപ്പോൾ എത്രയോ ദൂരം, കുറേ കൂടുതലാണ് ദൂരത്തിൻ്റെ അളവ് പറഞ്ഞു കൊടുത്തു. 7 മൈൽ അപ്പുറമാണ്. ആജ് തക്ക് ആപ്പ് നെഹി, ഇന്ന് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കില്ല, മാത്രമല്ല രാത്രി കള്ളന്മാരുടെ സിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ബോലെ,
ക്യാ കരേം ബേട്ടെ, രോഗി കഷ്ടമേ ഹേ, ജാനാ തോ ഹോഗാ ഹി. എന്ത് ചെയ്യാം മോനെ, രോഗി വളരെ കഷ്ടത്തിലാണ്, പോവേണ്ടതുണ്ട്, തീർച്ചയായിട്ടും അവിടെ എത്തേണ്ടതുണ്ട്. चलते चलते रात के दम बजने को आए, अचानक रस्सी खुल गई, दवाइयों की पिटारी पालकी की छत से गिर गई, कुछ शीशियों चूर चूर हो गई। पिटारी को फिर कसकर बांध दिया गया, मगर तब तक एक और आफत आ पड़ी। पालकी का टंडा तड़तड़ाकर टूट गया और पालकी ज़मीन पर आ गिरी। पालकी हल्की लकड़ी की बनी थी और डॉक्टर विशंबर बाबू थे भारी भरकम। फिर तो रात वहीम काटनी पड़ गई और कोई चारा ही नहीं था। डॉक्टर साहब ने घास पर कंबल बिछा दिया और लेट गए। लालटेन पास ही रखी थी. അങ്ങനെ ചലത്തെ ചലത്തെ രാത് കെ ദം ബച്ച് കോ ആയി. അങ്ങനെ അവർ വീണ്ടും നടന്നു, പോവാതിരിക്കാൻ പറ്റില്ല, രോഗി വളരെയധികം കഷ്ടത്തിലാണ് അല്ലേ. അങ്ങനെ ചലത്തെ ചലത്തെ നടന്ന് നടന്ന് അവർ രാത്രിയായി. അചാനക് രസ്സി ഖുൽഗി, പെട്ടെന്ന് തന്നെ രസ്സി, ആ റോപ്പ് എന്ത് ചെയ്തു, പൊട്ടിപ്പോയി. ദവായാം കി പിട്ടരി പാലക്കിക്ക് ചത്ത് സെ ഗിർ ഗയി. അപ്പോൾ മെഡിസിൻ്റെ ബോക്സ് വെച്ചിരുന്നത് റൂഫിലായിരുന്നു, അതെന്ത് ചെയ്തു, അവിടെ നിന്ന് താഴെ ചാടി ആ കയറ് പൊട്ടിപ്പോയി. കുച്ച് ശീശിയാം ചൂർ ചൂർ ഹോ ഗയി, കുറേ മരുന്നുകളൊക്കെ താഴെ പോയി. പിട്ടാരി കോ ഫിർ കസ്കർ, വീണ്ടും ആ ബോക്സിനെ അവിടെ എങ്ങനെയൊക്കെ ബാന്ത് ദിയാകയ, കെട്ടിവെച്ചു. അങ്ങനെ മഗർ തബ് തക് ഏക് ഓർ ആഫത്ത് ആകെ, അങ്ങനെ അതൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിവെച്ചപ്പോഴേക്കും അടുത്തൊരു ഡിസാസ്റ്റർ, ആപത്ത് ഡിസാസ്റ്റർ ആപ്പടി. പാലക്കി കട്ടണ്ട തടത്തടാക്ക ടൂട്ടുക. പല്ലക്ക് എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല നിങ്ങൾ, വടിയിലാണത്, ഒരു വടിയിലാണത് കൊണ്ടുപോവുക അല്ലേ, വലിയൊരു കമ്പിൽ. അങ്ങനെ ഇരിക്കെ ആ വടി എന്ത് ചെയ്തു, പൊട്ടിപ്പോയി പല്ലക്കിൻ്റെ. അവർ പാലക്കി ജമീൻ पर ആഗിരി, ആ വടി പൊട്ടിക്കഴിഞ്ഞാൽ പല്ലക്ക് എന്ത് ചെയ്യും, താഴെ വീഴും. പല്ലക്ക് ഇങ്ങനെ ഏറ്റിക്കൊണ്ട് പോകുന്ന സാധനം കണ്ടില്ലേ, അവിടെ പടം കൊടുത്തിട്ടുണ്ട്, കാണാം. ടൂട്ട് ഗയ അവർ പാലക്കി ജമീൻ पर ആഗി, വടി പൊട്ടിപ്പോയതും പല്ലക്ക് താഴെ വീണു. പാലക്കി ഹൽക്കി ലക്കടിക്ക് ബനി ഥി, ചെറിയ ലക്കടിയാണ്, വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അവർ ഡോക്ടർ വിശ്വംബർ ബാബു ഥേ ഭാരി ഭർക്കം, അദ്ദേഹം എന്താണ് കുറച്ച് കനമുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോയി. ഫിർ തോ രാത്ത് കഹീം കാട്ടിനി പടുകി, പിന്നെ അവർക്ക് ഒരേ ഒരു രക്ഷയുള്ള അവിടെ കുറച്ച് സമയം രാത്രി ചെലവഴിക്കേണ്ടി വന്നു. അവർ കോയി ചാരാഹി നെഹീൻ താ. ഡോക്ടർ സാഹബിനെ ഘാസ് പർ, ഡോക്ടർ സാഹബ് എന്ത് ചെയ്തു, അവരുടെ പുല്ലിൽ കമ്പിളിയൊക്കെ വിരിച്ചിട്ട്, കമ്പൽ ബിച്ചാതി, ആ കമ്പിളി അല്ലേ, അതായത് ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് അവർ ലേട്ടുക, അവിടെ കിടന്നു. ലാറ്റേൺ പാസിയിലേക്ക് ടെയിൽ ലാമ്പ്, ആ ലാമ്പ് എന്ത് ചെയ്തു, അടുത്ത് തന്നെ വെച്ചു, കത്തിച്ച് വെച്ചു. ഉണ്ട് അവിടെ ആ പുല്ലിൽ, പുല്ലിൽ എന്ത് ചെയ്തു, ബ്ലാങ്കറ്റ് വിരിച്ച് കിടന്നു. ലിസൺ. തബി कहारों के सरदार बुद्धू ने आकर कहा, वह देखिए कुछ लोग इधर आ रहे हैं, निश्चय ही ये डाकू है. विशंबर बाबू ने कहा, डर का हो क्या, तुम सब तो हो ही. बुद्धू बोला, बगलू भाग गया है, पल्लू भी कहीं दिखाई नहीं देता. बख्शी उस चुरमुट में छिप गया और विष्णु के तो डर के मारे हाथ पाँव फूल गए हैं. और कहते कहते वह भी भाग खड़ा हुआ. सुनते ही डॉक्टर साहब मारे डर के थर थर कांपने लगे. चिल्ला उठे, शंभू शंभू. शंभू बोला, जी साहब. डॉक्टर साहब ने कहा, अब क्या होगा. അങ്ങനെ ഇരിക്കുക, പുല്ലിലിങ്ങനെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തഭി, അപ്പോൾ കഹാരോ കെ സർദാർ ബുദ്ധു, കഹാരോ കെ സർ, പാലക്കി ഉഡാനെ വാല, കഹാർ എന്ന് വെച്ചാൽ എന്താ, പല്ലക്ക് വാഹകർ, പല്ലക്ക് വഹിച്ച് കൊണ്ടുപോകുന്നതിൽ ബുദ്ധു എന്ന് പറഞ്ഞ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, വാ ദേക്കി, അങ്ങോട്ട് നോക്കൂ, കുച്ച് ലോഗ് ഇതർ ആ രഹേ ഹേ, കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിശ്ചയ ഹി ഹേ ടാക്കു ഹേ, തീർച്ചയാണ് അവരെന്താണ്, കൊള്ളക്കാർ തന്നെ, കള്ളന്മാർ തന്നെയാണ്. ടാക്കു ഹേ. വിശ്വംബർ ബാബുവിനെ കഹ, വിശ്വംബർ ബാബു പറഞ്ഞു, ഡർ കാഹോ കെ, എന്തിന് നമ്മൾ ഭയപ്പെടണം, തും സബത്തോ ഹോ ഹി ഹേ, നിങ്ങളെല്ലാവരും ഇല്ലേ, പല്ലക്ക് വാഹകരുണ്ട്, ശംഭുണ്ട്, നമ്മളെല്ലാവരും ഇല്ലേ, പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം. അത് കേട്ടപ്പോൾ ബുദ്ധു പറയാണ്, ബുദ്ധു നല്ലൊരു തമാശയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബഗ്ലു ബാഗയാഹേ. അപ്പോൾ ബഗ്ലു എന്ന് പറയുന്ന ഒരു പല്ലക്ക് വാഹകനാണ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ബാഗയാഹേ, ഓടിപ്പോയിട്ട് അവരെ കണ്ടത് അദ്ദേഹം ഓടി. പല്ലു ബി കഹാന്തിക്കായി, പിന്നെ പല്ലു ആണ് ഉണ്ടായിരുന്നത്, പല്ലുവിനെ ഇവിടെ എവിടെയും കാണാനില്ല. പിന്നെ ബക്ഷി,
ബക്ഷി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് ആ ചുർമുട്ട് പറഞ്ഞാൽ കുറ്റിക്കാട് ആ ബുഷിനിടയിൽ ഒളിച്ചിട്ടുണ്ട്. അവർ വിഷ്ണു കേത്തോ, പിന്നെ വിഷ്ണു ആണുള്ളത്. വിഷ്ണു ആണെങ്കിൽ പേടിച്ചിട്ട് കയ്യും കാലും ഹാത്ത് പാവ് ഫൂൽ കയ്യും കാലും വറക്കുകയാണ് പിന്നെ വിഷ്ണുവിന്. അപ്പം പല്ലക്ക് വാഹകരായ ബുദ്ധു പേടിയാണ്, ബഗ്ലു ഓടിപ്പോയി, പിന്നെയോ പല്ലു അവിടെ എവിടെയും കാണാനില്ല. ബക്ഷിയാണെങ്കിൽ ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിട്ടുണ്ട്. പിന്നെയോ വിഷ്ണുവിനാണെങ്കിൽ കയ്യും കാലും കൂട്ടിയിടിക്കുകയാണ്. അവർ കഹത്തെ കഹത്തെ വഹബി ഭാഗടാ ഹുവ. അതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആരെ? ബുദ്ധുവിനെ കാണാനില്ല. സുൻത്തെ ഹി ഡോക്ടർ സാഹിബ് മാരെ ഡർ കെ ധർ ധർ കാമ. ഇത് കേട്ടതും ഡോക്ടർ എന്ത് ചെയ്തു? വിശ്വംഭർ ബാബു പേടിച്ച് വിറക്കാൻ തുടങ്ങി. ചില്ലാവിടെ പേടിച്ച് വിറച്ചു. ശംഭു ശംഭു എന്ന് വിളിച്ചു. പേടിച്ച് വിറച്ച് വിളിക്കുന്നത് ആരാ? തൻ്റെ ജോലിക്കാരനായ നമ്മുടെ ശംഭുവിനെ പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താ ചെയ്തത്? ബിയറിനെയും നമ്മുടെ ക്രൊക്കോഡിനെയൊക്കെ തറ പറ്റിച്ച ആളാ അല്ലേ, ബലവാനാണ്. അങ്ങനെയുള്ള ശംഭുവിനെ വിളിച്ചു. ചില്ലാവിടെ ശംഭു 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 പോലെ ജി സാഹബ്. ഡോക്ടർ സാഹബിനെ കഹ അബ് ക്യാ ഹോഗ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ശംഭു പറഞ്ഞു. ഡർ കാഹോ കാ മേം ഹൂന, എന്തിനു ഭയക്കണം, ഞാനില്ലേ. ശംഭു പറയാം. ഡോക്ടർ സാഹബ് പോലെ പർ വേ തോ 5 ഹേ, എന്നാൽ മറ്റുള്ള 5 പേരും നമ്മളൊക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും 5 പേരെയും കാണാനില്ല. ശംഭു പോലെ മേ ശംഭു ജോഹും, ഞാനല്ലേ ശംഭു ഇല്ലേ. അവർ ഉസ്നെ ഉടുക്കർ ഛലാങ്ക് ബരി അവർ ഗർജിക്കർ പോലെ, അതും പറഞ്ഞുകൊണ്ട് ഒറ്റ ചാട്ടത്തിന് ഖബർദാർ, എന്താ ബിവയർ അല്ലേ, എല്ലാവരും ഒറ്റ ചാട്ടത്തിന് ഗർജിച്ചുകൊണ്ട്. മറ്റുള്ളവർ 5 പേരും കാണാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ഉടനെ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചാട്ട. ടാക്കു ടാക്കർ ഹംസ് പടേ, ഇത് കണ്ട് ടാക്കു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. രുഖേനേഹിം ആകെ ബെടുത്തേഹി ആയെ, അവർ നിന്നൊന്നുമില്ല, അവരോട് നിൽക്കാൻ പറഞ്ഞു അല്ലേ, ഖബർദാർ. പക്ഷേ അവർ നിന്നില്ല, അവർ മുന്നോട്ട് തന്നെ വന്നു ചിരിച്ചുകൊണ്ട്. ശംഭുവിനെ പാലക്കിക്ക ടൂട്ടാ ഹുവ ടണ്ടാലിയ. അപ്പോൾ പല്ലക്കിൻ്റെ ആ വടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ വടി എന്ത് ചെയ്തു എടുത്തിട്ട് ടെണ്ടാലിയ അവർ ഘുമാക്കർ ടാക്കോങ്കി ഓർ ഫേങ്ക്, അങ്ങനെ കറക്കി ഒരു ഏറ ഫേങ്ക് മാര. നിരാശയല്ല, ടാക്കോങ്കി ഓർ ഫേങ്ക് മാര, കറക്കി ഒറ്റയേറ. നിഷാന ऐसा സടീക് ലഗ कि एक ही साथ 3 ടാക്കു ഗിർബിട. നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് 3 കള്ളന്മാരും നിലം പതിച്ചു. ജോദോ ടാക്കു कि एक ही साथ 3 ടാക്കു ഗിർബിട. ഒറ്റ ഏറ് കൊണ്ട് 3 ആളും താഴെ വീണു. ഫിർ ശംഭുവിനെ പിന്നെ ലാട്ടി സംഭാലി, പിന്നെ ശംഭുവിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവുമല്ലോ, അതെടുത്തു. അവർ ടാക്കു ഓമ്പർ ടൂട്ട്പട, ബാക്കിയുള്ള 3 പേരെ അടിക്കാൻ തുടങ്ങി. ജോദോ ടാക്കു ചോട്ട് ഖാനെ സെ ബച്ച് ഗയേ ഥേ. 2 ടാക്കുമാരും മുറിവായി, അതായത് അടിൻ്റെ ശക്തി കൊണ്ട് മുറിവായി. വേ സിർ പർ പാവ് രേക്കർ, തലയിൽ കൈയും വെച്ച് ഭാഗ് ഗഡേ ഹുയെ, ഓടി. ജോർ സേർ സെ കരാഹിനേക്ക് ആവാസെ ആനലേക്ക്, ഉറച്ച നിലവിളി ഇങ്ങനെ ഉയരാൻ തുടങ്ങി. അപ്പോൾ 3 എണ്ണത്തിന് ഒറ്റ ഏറ് കൊണ്ടും ബാക്കിയുള്ളവരെ അടിച്ച് ഓടിച്ചു. തബി ഡോക്ടർ സാഹബിനെ പുക്കാര. അപ്പോൾ 3 പേരെ ഒറ്റ ഏറുകൊണ്ട് എന്ത് ചെയ്തു? വീഴ്ത്തി. ബാക്കിയുള്ളവർ മുറിവായി കുറേ പേര് എന്ത് ചെയ്തു? തലയിൽ കൈയും വെച്ച് നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ടു. തബി ഡോക്ടർ സാഹബിനെ പുക്കാര. അപ്പം മുറിവായവരവിടെ കിടക്കുകയാണ്. തബി ഡോക്ടർ സാഹബ്, അപ്പോഴാണ് ഡോക്ടർ സാഹബ് വിളിച്ചത്. ശംഭു ബോല. ജി സാഹബ്, എന്താ? വിശ്വംഭർ ബാബുവിനെ കഹ. വിശ്വംഭർ ബാബു പറയാണ്, അബ് ഛട്പട്ട് ദവായോങ്കി പിട്ടാരി നിൽക്കുക, പെട്ടെന്ന് പോയി ആ മരുന്നിൻ്റെ, അതായത് മെഡിസിനൊക്കെ വെച്ച ബോക്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ശംഭുവിനെ പൂച്ച. അപ്പോൾ ഉസ്കി ക്യാ ജറൂരത്താ പടി, ഇപ്പം എന്താ അതിൻ്റെ ആവശ്യം, ബോക്സിൻ്റെ ആവശ്യം ഇപ്പം എന്താ? ഡോക്ടർ പോലെ ഇൻ തീനോക്കി ഡോക്ടറി തോ മുജേ ഹി കർണി പടെങ്കി, ആ മുറിവായി കിടക്കുന്ന 3 പേരെയും ചികിത്സിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. പട്ടി ബാന്തിനി പടേകി, അങ്ങനെ അവർ മുറിയൊക്കെ ഡ്രസ്സ് ചെയ്തു. പതാനഹി കഹാ ചോട്ടിലകി, എവിടേക്കാണ് മുറിവുള്ളതെന്ന് അറിയില്ല, ഒരുപാട് മുറിവുണ്ടായിരുന്നു, അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഡ്രസ്സ് ചെയ്തു.
ഉസ് സമയം രാത് ധോടി ഹി അവർ രഹ ഗയി थी. ഈ സമയമായപ്പോൾ രാത്രി വളരെയധികം ഇരുട്ടിയിരുന്നു. വിശ്വംഭർ ബാബു और ശംഭു दोनों ने मिलकर तीनों डाकुओं की मरहम पट्टी की. 3 കള്ളന്മാരുടെയും മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കിട്ടിക്കൊടുത്തു. സവേരെ ഹോഗെ, അങ്ങനെ മോർണിംഗ് ആയി. ഫട്ടേ ബാദലോ മേം സെ സൂരജ് കി കിരണോ ചാങ്കിനെ ലഗി. ഫട്ടേ ബാദൽ, ആ ക്ലൗഡ്സിനിടയിൽ കൂടെ നമ്മുടെ സൂര്യൻ തലപൊക്കി. ഏക്ക് ഏക്ക് കർക്കെ സബി കഹാർ ലൗട്ടായെ. ഓരോരുത്തരായിട്ട് പല്ലക്ക് വാഹകരുണ്ടായിരുന്നില്ല, അവരൊക്കെ ഓടി ഒളിച്ച് എവിടെയൊന്നും കൂടി അറിയില്ല. ഓരോരുത്തരായി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ബഗ്ലു ആയ, ബഗ്ലു വന്നു. ബക്ഷി കഹാത്ത് പക്കടെ, വിഷ്ണു ആയ, ബക്ഷിയും വിഷ്ണു കയ്യും പിടിച്ചുകൊണ്ട് വരുന്നു. ഉസ്കാ ദിൽ ഉസ് സമയ ബി കാമ്പ് കാമ്പ് രഹാഥ. അപ്പോഴും അവരുടെ നെഞ്ചിങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു. ദിൽ, മനസ്സിങ്ങനെ നെഞ്ചിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പേടിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്റ്റോറി, വിശ്വംഭർ ബാബു എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്ന കള്ളന്മാരെ ഏറ്റുമുട്ടുകയും മുറിവായിട്ട് അദ്ദേഹം തന്നെ ചികിത്സിക്കുകയും ചെയ്തു. അപ്പോൾ അതാ പറയുന്നത് തൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത. എന്താണോ തൻ്റെ ജോലി, ആ ജോലി കൃത്യമായി നിർവഹിച്ചു. എന്നാൽ ഏറ്റുമുട്ടാതിരിക്കാൻ വയ്യ അല്ലേ, അടിക്കാതിരിക്കാൻ വയ്യ. കാരണം എന്താ, അല്ലെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാവും. അപ്പോൾ വൺസ് മോർ ലിസൺ. शंभू बोला, डर काहे का, मैं हूँ ना. डॉक्टर साहब बोले, पर वे तो 5 है. शंभू बोला, मैं शंभू जो हूँ. और उसने उठकर छलांग भरी और गर्ज कर बोला, खबरदार. टाकू टटाकर हंस पड़े. वे रुके नहीं, आगे बढ़ते ही आए. शंभू ने पालकी का टूटा हुआ डंडा लिया और घुमाकर डाकुओं के ओर फेंक मारा. निशाना ऐसा सटीक लगा कि एक ही साथ 3 डाकू गिर पड़े. फिर शंभू ने अपनी लाठी संभाली और डाकुओं पर टूट पड़ी. जो 2 डाकू चोट खाने से बच गए थे, वे सिर पर पाँव रखकर भाग खड़े हुए. जो ज़ोर ज़ोर से कराहने की आवाज़ें आने लगी. तभी डॉक्टर साहब ने पुकारा, शंभू. शंभू बोला, जी साहब. विश्वंभर बाबू ने कहा, अब चटपट दवाइयों की पिटारी निकालो. शंभू ने पूछा, अब उसकी क्या ज़रूरत आ पड़ी. डॉक्टर बोले, इन तीनों की डॉक्टरी तो मुझे ही करनी पड़ेगी ना. पट्टी वट्टी बांधनी पड़ेगी. पता नहीं कहाँ कहाँ चोट लगी है. उस समय रात दौड़ी ही और रह गई थी. विश्वंभर बाबू और शंभू दोनों ने मिलकर तीनों डाकुओं की मरहम पट्टी की. सवेरा हो गया. फटे बादलों में से सूरज की किरणें झांकने लगी. एक एक करके सभी का हाथ लौट आए. बगलू आया, बक्षी का हाथ पकड़े विष्णु आया. उसका दिल उस पर भी कंबा रहा था. ओके, have you get it? Today that's enough. All of you read well this chapter 5 times, minimum 5 times. Okay, in the next class. Thank you.